ഹലോ നമസ്കാരം. രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേലെ കഥ നോക്കാം. അപ്പോൾ ഹരിനെയും കൊണ്ട് പോലീസ് മാളേക്കൽ ബിൽഡിങ്ങിൽ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ പറയുക, അവൻ്റെ റൂം ചോദിക്കാൻ എവിടെ റൂമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മുന്നേ കമലോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ അല്ലേ അലീന എന്ന് പറഞ്ഞിട്ടുള്ള ഹൗസ് മെയ്ഡ് നിന്നിരുന്നത് ചോദിക്കാൻ. അപ്പോൾ അതേന്ന് പറയും. അപ്പോൾ അവൾക്കും അവളെയും ഇവൻ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യം നിങ്ങൾക്ക് അറിയോ നോക്കുമ്പോൾ ആകെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയും എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയും. ഇല്ല എന്നുണ്ടോന്നോ പറയും ഉണ്ട് എന്ന് പറയും. ഓഹോ, അപ്പോൾ ആ കേസ് എല്ലാവരും കൂടെ ഒതുക്കിയതാണല്ലേ എന്ന് പറയും. അതിൻ്റെ മുന്നേ ഹരിനോട് ഗേറ്റ് തുറക്കാൻ പറഞ്ഞിട്ട് അയാൾ വിളിക്കുന്നുണ്ട് പോലീസ്. അപ്പോൾ ഹരി പോയിട്ട് റിമോട്ടിലാണ് ഗേറ്റ് തുറക്കുന്നത്. ഗേറ്റ് തുറക്കുമ്പോൾ ഹരി ഈ വണ്ടി ജീപ്പ് വന്ന് നിൽക്കുന്നതും ഹരിനെയും കൊണ്ട് വരുന്നതും ഒക്കെ കാണുന്നുണ്ട്. ഹരിയല്ല മനു നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇവനെ ഉള്ളിൽ തള്ളിയിട്ടാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞാണ് കമലോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അതിൽ കമല ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറയും, നിങ്ങളെല്ലാവരും കൂടെ അത് ഒതുക്കിയതാണല്ലേ എന്നറിയും. ശരി, ഇവൻ്റെ റൂം എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുകളിലാണ് പറയും. അപ്പോൾ പറഞ്ഞു, ഇവനെ നല്ല അടി അടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ കമലയുടെ മുന്നിൽ വെച്ച് മോന്തയ്ക്കൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ ആൾ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. ഇവൻ ആരാ മോനറിയോ എന്ന് പറയാണ്. പറയും, 2 പെൺപിള്ളേർക്കാണ് അവൻ ജോസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തത്, റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും. ഇവൻ വിചാരിച്ച പോലെ അല്ല എന്ന് പറയണം. അവിട്ടൊന്ന് മോന്തയ്ക്ക് കൊടുക്കുകയാണ് ഹരീൻ്റെ. എന്നിട്ട് പറയും, റൂം കാണിച്ചു തരാൻ പറയും. അപ്പോൾ ഇങ്ങനെ നിൽക്കണം റൂം കാണിച്ചു തരായിരുന്നു. ഉന്തി തള്ളി സ്റ്റെയർ കേസിൻ്റെ മുകളിൽ കൂടെ തള്ളി വലിച്ചു കൊണ്ടുപോയി ഈ റൂം, ഇതാണ് റൂം അറിയും. ഇപ്പോൾ ഇതാണോ ചോദിക്കും. കമലയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതേ അറിയാം. എന്നാൽ തുറക്കുക അറിയും. തുറന്നകത്ത് എന്നിട്ട് പറയും, ശരി, ഇനി നിൻ്റെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അതുപോലെ CD ഉണ്ടെങ്കിൽ അത് പെൻഡ്രൈവ്, മെമ്മറി കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടെടുത്തോ എന്നറിയും. അപ്പോൾ പറയും, ഇങ്ങനെ പഠിച്ച് എടുക്കുക എന്നറിയും. അതിൽ ഓരോന്ന് സാറേ ഇത് അഴിക്കേണ്ടതെന്ന് പറയും. അതൊക്കെ നീ കാണിച്ചു തന്നത് ഞങ്ങൾ എടുത്തോളാം എന്നറിയാം. അങ്ങനെ ഓരോന്ന് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം എടുത്ത് ബെഡിലിടുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാരനൊരു ചിരി ഇരിക്കുന്നുണ്ട് അത് കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട്, ഇനി മറ്റേത് എവിടെടാ എന്ന് നോക്കിയാണ്. അപ്പോൾ എന്ത് സാറേ നോക്കും. മയക്കുമരുന്നേ, നീ പെൺപിള്ളേർക്ക് ജ്യൂസ് കലക്കി കൊടുത്തില്ല, അതെവിടെ നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല സാറേ. ഇല്ല എടുക്കുക പറയും. ഇല്ല അറിയും. ഒറ്റ നാട് കൊടുക്കും, മോന്ത അടക്കിയിട്ട്. കമല പുറത്ത് നിൽക്കുക. കമലയുടെ നെഞ്ച് തകർന്നു പോവുകയാണ് മകനെ അടി കൊള്ളുമ്പോൾ. ഇത്രയും ചക്കരെ വഷളാക്കിയത് ആ സ്ത്രീ ഒറ്റ. അങ്ങനെ അവിടുന്ന് കാണാം ഷെൽഫിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്നു എന്നാണ്. ഇനി എന്താ ഉള്ളത്, MDMA ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുക, കഞ്ചാവോ ഹാഷിഷോ എന്തെല്ലാം എടുക്കുക എന്ന് പറയും. അതൊന്നുമില്ല സാറേ പറയും. അങ്ങനെ അവിടുന്ന് ഉന്തി തള്ളി കൊണ്ടുപോവുകയാണ്. ഇവൻ കുടിച്ച മുലപ്പാൽ വരെ ഞങ്ങളിവനെ കൊണ്ട് തുപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഇനി ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേറൊരുത്തുണ്ട്, രോഹിത്. അവനെയും കൂടിയും അവൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത്. അവൻ്റെ വീട്ടിലേക്കാണ് ഇനി അടുത്തത് പോണത് എന്നിങ്ങനെ പറയുകയാണ്. കുറേ തല്ലുണ്ട് കേട്ടോ ഹരീനെ ഇവരുടെ മുന്നിലിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. കമല നിന്നിങ്ങനെ നോക്കുക എന്നല്ലാണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെയും പുറത്തിറങ്ങുമ്പോൾ മനു ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. ജീപ്പ് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടുന്ന് വിളിക്കുകയാണ് കമലയുടെ ഭർത്താവിനെ വിളിക്കുന്നുണ്ട്, ശിവേട്ടനെ. അപ്പോൾ അയാൾ നോക്കുമ്പോൾ, എന്താ ശിവേട്ടൻ എത്ര നേരം കൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്, എന്താ ശിവേട്ടൻ ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക. അപ്പോൾ നീ വിചാരിക്കുന്ന പോലെയല്ലേ, ഞാൻ റിയാദിൽ പോയിരുന്നു, എൻ്റെ കൂടെ ഞാൻ ഫ്ലൈറ്റിലായിരുന്നു, നീ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഫോൺ എടുക്കാൻ മാത്രമല്ല മാനേജ്മെൻറ്റ് മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എനിക്കങ്ങനെ ഫോൺ എടുക്കാനൊന്നും പറ്റില്ല. എന്താ ഈ പ്രശ്നം എന്ന് നോക്കി പറയും. അത് ഇതുവരെ ഹരീനെ ഇറക്കിയില്ലേ, അതെന്താ ഇതുവരെ ഹരീനെ അയാൾ അത്ര നിസ്സാരമായിട്ടാണ് കണ്ടിരുന്നത് തോന്നുന്നു അയാളുടെ സംസാരം കേട്ടിട്ട്. അപ്പോൾ മനു ഇല്ല എവിടെ നോക്കിയപ്പോൾ മനു ഉണ്ട്. അവനൊന്നും ചെയ്യുന്നില്ല, ഹരിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അവൻ പോവില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ് എന്നറിയാം. അപ്പോൾ ഇപ്പോൾ ഹരീനെയും കൊണ്ട് പോലീസ് ഇവിടെ വന്നിരുന്നു എന്ന് പറയും. അതെന്തിനാ പോലീസ് വന്നിരുന്നു, അവനെ വിട്ടയച്ചോ നോക്കുമ്പോൾ വിട്ടയക്കല്ലേ, തെളിവെടുപ്പിനാണ് വന്നത് എന്നറിയാം. തെളിവെടുപ്പിനോ? അവൻ കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ ഒന്നുമല്ലല്ലോ, ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചോ അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. അതൊന്നല്ല ശിവേട്ടാന്നൊക്കെ പറയണം. അത് നമ്മുടെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റാനുള്ള പരിപാടിയാണ്. ഞാനെന്തായാലും മധുസൂദനൻ നായരോ ആരോ ആണ്, മധുസൂദനനോ ആരുള്ളൊരു ഓഫീസറല്ലേ, ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഞാൻ മനുവിനെ വിളിച്ച് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫോൺ വെച്ച്
കമല വയ്ക്കുമ്പോൾ മനുവിനെ വിളിക്കും. അപ്പോൾ മനുവിനോട് പറയുക, നീ എന്താ ഹരിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തത് മനു എന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛൻ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അച്ഛൻ വന്ന് നോക്ക്. ഇപ്പോൾ ഇവിടെ അവനെയും കൊണ്ട് പോലീസ് വന്നിട്ട് പോയതേ ഉള്ളൂ. ഇവിടെ ഫ്ലാഷ് ന്യൂസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ഒക്കെ അറിഞ്ഞറിഞ്ഞ് തുടങ്ങി. ഇവിടെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അത് ഏതൊരു പെൺകുട്ടി പിന്നെ അല്ലേ കേസ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് കാശടിച്ച് മാറ്റാനോ എന്ന് പറയുമ്പോൾ കാശടിച്ച് മാറ്റാനോ ഏതോ പെൺകുട്ടിയൊന്നുമല്ല, അവൻ സ്നേഹിച്ച പെൺകുട്ടീനെ അവൻ്റെ പിറന്നാളാണെന്ന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇവർ 4 പേരും കൂടെ എന്താ അയനക്കേടാ അത് പറയാതിരിക്കുക നല്ലതെന്നിങ്ങനെ ദേഷ്യം പിടിച്ചിട്ടാണ് പിന്നെ നമ്മുടെ മനു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ അറിയാത്ത കാര്യം അച്ഛനൊന്നും അറിയില്ല. അച്ഛനെന്താ അറിയുക? അച്ഛൻ വരാൻ നോക്കുക. എൻ്റെ കയ്യിലൊന്നും ഇത് ഒതുങ്ങില്ല, എന്നെക്കൊണ്ട് പറ്റൂല. അച്ഛൻ നാട്ടിലേക്ക് വാ. ഇത് നമ്മൾ വിചാരിച്ചിടത്തൊന്നും നല്ല കേസ് കേട്ടോ. നാളെ എല്ലാ പത്രങ്ങളിലും TV ചാനലുകളിലും ഒക്കെ വരും. ആകെ നാറ്റ കേസാണിത്. ഇതിന് ഇറങ്ങി പുറപ്പെടണമെങ്കിൽ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തൊന്നുമില്ല. അച്ഛൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ശരി നോക്കട്ടെ, ഞാൻ ലീവ് കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് വരാം എന്ന് പറയുക. അപ്പോഴും വളരെ കൂളായിട്ടാണ് അയാൾ കാണുന്നത് കാര്യങ്ങൾ. അങ്ങനെ ഫോൺ വെച്ച് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ഇവിടേക്ക് അലീനയുടെ നെടുമ്പുരക്കിലേക്ക് ചെല്ലുകയാണ് പോലീസ്. നെടുമ്പുരയ്ക്ക് ചെല്ലുമ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാവും. ചെറിയ ഗേറ്റും വലിയ ഗേറ്റും പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അതിൽ ഹോൺ അടിക്കുകയാണ്. ഹോൺ അടിക്കാൻ പറയുകയാണ് SI. അവന് ഹോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ അലീന ഓടി വരുന്നുണ്ട്. ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അകത്തുനിന്ന് നോക്കുമ്പോൾ പോലീസ് ജീപ്പാണ് പുറത്ത് നിൽക്കുന്നത്. അത് കാണുമ്പോൾ പിന്നെ ഇവളാകെ വരണ്ടിരിക്കുക. എന്താപ്പോൾ ഇങ്ങോട്ടെന്താ വരണമെന്ന് അറിയില്ലല്ലോ പോലീസ്. അങ്ങനെ അവിടുന്ന് കൃഷ്ണമോളൊക്കെ എന്താ ചേച്ചി എന്ന് നോക്കിയാൽ പറയും പോലീസ് വന്നിട്ടുണ്ട്. അറിയും പോലീസോ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുക അറിയില്ല മോളെ എന്ന് പറയുകയാണ്. അങ്ങനെ പോലീസ് വരുന്നുണ്ട്, അലീനേനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ നാളത്തെ എപ്പിസോഡിൽ വരുന്നതാണ് കേട്ടോ. എന്തായാലും ഇന്നത്തേൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഹരിക്കിട്ട് നല്ല 2 താപുന്നുണ്ട്. ഇടിച്ചൊരു പരിവ് ആക്കിയിട്ടുണ്ട് അവനെ. ഒരു ബനിയൻ പോലത്തെ ഒരു ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കയ്യാമൊക്കെ വെച്ചിട്ടാണ് അവനെ കൊണ്ടുവന്നിരിക്കുന്നത് വീട്ടിൽ. എല്ലാവരും എപ്പോഴെങ്കിലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവനിട്ട് 2 കൊടുക്കണം എന്നുള്ളത്. അത്രയ്ക്ക് നല്ല അഭിനയം കേട്ടോ അവൻ്റെ, പറയാതിരിക്കാൻ പറ്റില്ലേ. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അവൻ്റെ അഭിനയം സൂപ്പറാണ്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ടേ. ഇന്നത്തെ മഴ തോരും മുൻപ് കാണുക. പക്ഷെ ആരും മിസ് ചെയ്യലെന്നറിയാം, കാരണം നല്ല നല്ല രംഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. അതുപോലെ എൻ്റെ കഥ വളരെ ഫാസ്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഷെയർ ചെയ്ത് അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.